ഫിലിം ഫെസ്റ്റിവൽ എന്താണെന്നുള്ള ഒരു ധാരണ ശരിക്കും അതിൻ്റെ നടത്തിപ്പുകാർക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ലാത്തതിൻ്റെ ഒരു പ്രശ്നമാണ്. പ്രശ്നം വെച്ചാൽ ആളെ കൂട്ടുക, താരങ്ങളെ കൊണ്ടുവരിക, തിയേറ്ററിലേക്ക് ഓടി സിനിമകൾ വീണ്ടും കാണിക്കുക. ഒരു ഗ്ലാമർ സാധനം എന്നതിക്ക് അപ്പുറത്തേക്ക് നമുക്കൊരു ഐഫിക്കേക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ഉൾക്കാഴ്ചയോ വിഷനമായിട്ടോ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലാത്ത സിനിമ നിരൂപണവും ഈ പറഞ്ഞ ഫിലിം മേക്കിങ്ങും ഒരു ആർട്ടാണ് ശരിക്കും. നമ്മുടെ പല ആളുകൾ ഇപ്പം ഈ സിനിമയുടെ രാഷ്ട്രീയമൊന്നും കാണാതെ സിനിമയുടെ കഥ പറഞ്ഞിട്ട് ഇതെങ്ങനെ പോവുകയാണ്. അതല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയത്തിലേക്ക് അതിനെ കൊണ്ട് കിട്ടുന്ന അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയത്തിന് അനുയോജ്യമായ സിനിമകൾ മാത്രം എടുക്കുക എന്നുള്ളതാണ്. രണ്ടു തരത്തിലാണ് നിരൂപണങ്ങളുണ്ടാകുന്നത്. ഒന്നിനെ അതിനെ പുകഴ്ത്തി, ഒന്നിനെ അതിനെ പുകഴ്ത്തിയിട്ട് ആദ്യമായിട്ടുള്ള ബന്ധപ്പെട്ട ആളുകളുടെ ഒരു ഇതൊക്കെ പിടിച്ചു പറ്റുക, ഇഷ്ടം പിടിച്ചു പറ്റുക. അതല്ലെങ്കിൽ നമ്മളൊരു വ്യക്തിവിരോധം കൊണ്ട് അതിനെ ഇകഴ്ത്തുക. ദളിത് പരിസരങ്ങൾ, പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ എല്ലാ പരിസരങ്ങളും നമ്മുടെ സിനിമകളിൽ എങ്ങനെയാണ് ഇടം പിടിച്ചിരിക്കുന്നത് എന്നുള്ളത് നോക്കിയാൽ അറിയാം. ഈ 4-8 പരിസരമൊക്കെ തന്നെയാണ് അവരുടെ സിനിമകളിൽ ഉണ്ടായിട്ടുള്ളത്. എന്താ പറയുക, മധ്യവർഗം അല്ലെങ്കിൽ ഒരു ഉപരിവർഗ ആളുകളുടെ കഥകൾ തന്നെയാണ് സിനിമകളാക്കിയത്. പോപ്പുലർ സിനിമയെ സംബന്ധിച്ചിടത്തോളം പോപ്പുലർ സിനിമ ഈ ദളിതാഖ്യാനങ്ങളെ എപ്പോഴും കണ്ടിട്ടുള്ളത് ഒരു പ്രാകൃതരായ മനുഷ്യന്മാർ, വളരെ കോമാളികളായ മനുഷ്യന്മാരെന്നൊക്കെ ഉള്ള കാര്യത്തിലാണ് പോപ്പുലർ സിനിമ എപ്പോഴും അടയാളപ്പെടുത്തിയിട്ടുള്ളത്. മലയാളത്തിലെ ഏറ്റവും കൂടുതൽ ഫെസ്റ്റിവലുകളിൽ പോയിട്ടുള്ള ഒരാളെന്നതിൻ്റെ ഞാൻ ആ ഒരു അനുഭവത്തിൽ നമുക്ക് തുടങ്ങാം. അനുഭവം എന്ന് പറയുന്നത് ഇപ്പം ഇന്ത്യയിൽ നടന്നിട്ടുള്ള ഫെസ്റ്റിവലുകൾ പങ്കെടുത്തിട്ടുണ്ട്. ലോകത്തെ തന്നെ വിവിധ പ്രധാനപ്പെട്ട പല ഫെസ്റ്റിവലുകളും വഹിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും ഓർത്തിരിക്കുന്ന ഒരു അനുഭവം അവിടുത്തെ ചില ചലച്ചിത്ര പ്രവർത്തകരുമായിട്ടൊക്കെ പറയുമ്പോൾ അതിനെക്കുറിച്ചുണ്ടോ? ശരിക്കും നമുക്ക് അങ്ങനെ ഒരു ഫെസ്റ്റിവലായിട്ട് അങ്ങനെ എടുത്ത് പറയാനായി ബുദ്ധിമുട്ടാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഓരോ ഫെസ്റ്റിവലും ഓരോ സ്വഭാവമാണ്. അതിൻ്റെ ഒരു കൾച്ചർ വ്യത്യാസമുണ്ട്. ഓരോ ഫെസ്റ്റിവലിനും നമ്മൾ അതിൻ്റെ ഒരു രീതിയൊക്കെ വ്യത്യാസമുണ്ട്. അപ്പോൾ എല്ലാ ഫെസ്റ്റിവലും ആക്ച്വലി ഓരോ എക്സ്പീരിയൻസ് തന്നെയാണ്. പിന്നെ സ്വാഭാവികമായിട്ടും കുറച്ച് വലിയ ഫെസ്റ്റിവലുകളൊക്കെ എന്നുള്ളൊരു തരത്തിൽ അത്തരം ഫെസ്റ്റിവലുകൾ കുറച്ചുകൂടെ ഈ വിപുലമായിട്ടുള്ള ആളുകൾ ഉണ്ടാവും. നമുക്ക് പല ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ഫിലിം മേക്കേഴ്സൊക്കെ വരും. അപ്പോൾ അങ്ങനെയുള്ള വലിയ മേളകളാകുമ്പോൾ കുറച്ചുകൂടെ കൂടുതൽ ആളുകളെ നമുക്ക് ഇൻട്രാക്ട് ചെയ്യാനും ആളുകളുമായിട്ട് ഒരു പരിചയപ്പെടാനും അവരുടെ സിനിമകൾ കാണാനും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സംസാരിക്കാനും ഒക്കെയുള്ള ഒരു അവസരം കിട്ടും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും വലിയ മേളകളാണ് എപ്പോഴും കുറച്ചുകൂടി നമുക്ക് അത്തരത്തിൽ ഇത് കിട്ടുന്നത്. പിന്നെ പ്രധാനപ്പെട്ട സിനിമ സെലക്ഷനുകളും അങ്ങനെയൊക്കെ ഉള്ളതായിരിക്കും. അപ്പോൾ ഈ പ്രധാനപ്പെട്ട ആളുകൾ, വളരെ പ്രധാനപ്പെട്ട ഫിലിം മേക്കേഴ്സ്, ലോകത്തെ മാസ്റ്റർ ഫിലിം മേക്കേഴ്സൊക്കെ വരുന്ന അത്തരം മേളകളിലായിരിക്കും. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പം ഈ വലിയ മേളകളാണ് എപ്പോഴും കുറച്ചുകൂടി നമുക്കൊരു ഫിലിം മേക്കർ എന്നുള്ള രീതിയിൽ കുറേ കൂടി നല്ല സിനിമകൾ കാണാനും കുറേ കൂടി ആളുകളുമായിട്ടൊരു പിന്നെ ഒരു നമുക്കൊന്ന് സംവദിക്കാനും അവരുടെയൊക്കെ ഇപ്പോൾ മാസ്റ്റർ ക്ലാസ്സിലൊക്കെ ആയാലും അത്തരത്തിലുള്ളതൊക്കെ അറ്റൻഡ് ചെയ്യാനൊക്കെയുള്ളൊരു സ്പേസ് കിട്ടുന്നത് കുറച്ചുകൂടെ വലിയ മേളകളാണ്. അത് ഇന്ത്യൻ മേളകളിൽ പൊതുവെ അത് കുറവാണ്. അപ്പം ഇന്ത്യക്ക് പുറത്തുള്ള ചലച്ചിത്ര മേളകളാണ് അത്തരത്തിലുള്ളൊരു ഓപ്പർച്യൂണിറ്റി കൂടുതലായിട്ട് കിട്ടുന്നത്. ഇന്ത്യൻ മേളകളുടെ ഒരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ പിന്നെ ഉള്ള ആളുകളാണ് കൂടുതലായിട്ട് എത്തുന്നത്. അപ്പോൾ അതിൽ തന്നെ ഒരു കുറച്ചുകൂടെ പ്രധാനപ്പെട്ട ആളുകൾ കുറവായിരിക്കും വരുന്നത്. പിന്നെ വിദേശത്തുനിന്ന് വരുന്ന ആളുകളുടെയും എണ്ണത്തിലൊരു ലിമിറ്റേഷൻ ഉണ്ടാവും അവിടെ. അപ്പോൾ കുറച്ച് പിന്നെ ഇന്ത്യൻ മേളകളുടെ ഒരു ഗുണം കുറച്ച് നമുക്ക് സിനിമകൾ കാണാം, കുറച്ച് കൂടുതൽ സിനിമകൾ കാണാം. മറ്റിടത്ത് ഉള്ളതുപോലെ തന്നെ മറ്റിടത്ത് നമുക്ക് കുറച്ച് സിനിമകളൊക്കെ കാണുന്നതിനേക്കാൾ കൂടുതലായിട്ട് കുറച്ച് പറഞ്ഞ പോലെ ഇത്തരത്തിലുള്ള ആളുകളെ കാണാനും പരിചയപ്പെടാനൊക്കെയുള്ള ഒരു അവസരം കിട്ടും. നമ്മൾ സെലക്ഷനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇന്ത്യൻ മേളകളാണ് മലയാളത്തിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ സിനിമ സെലക്ട് ചെയ്യുന്നതിനെ സംബന്ധിച്ച് ഒരുപാട് ചില പല പ്രശ്നങ്ങളുണ്ടാകാറുണ്ട്. ഉദാഹരണത്തിന് ഫിലിം ഫെസ്റ്റിവൽ എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം വളരെ വേഗത്തിൽ തിയേറ്ററിലേക്ക് വന്ന് ആൾക്കാർ കളക്ട് ചെയ്യും. പക്ഷേ കലാബോധ്യമുള്ളത് അല്ലെങ്കിൽ മാറുന്ന ഒരു സിനിമയുടെ ഒരു ലോകത്തെ തിരിച്ചറിയുന്ന മേളകൾ എന്ന് പറയും. പക്ഷേ മലയാളത്തിൽ അങ്ങനെയാണോ ഒരു സംശയമില്ല. കാര്യം പലപ്പോഴും തിയേറ്ററുകളിൽ വന്ന സിനിമകൾ തന്നെ അല്ലെങ്കിൽ അഗ്രിഗേറ്റ് സിനിമകൾ സെലക്ട് ചെയ്യപ്പെടുകയും ഫെസ്റ്റിവലിലൂടെ ജനങ്ങളിലേക്ക് എത്തേണ്ട അല്ലെങ്കിൽ പ്രശ്നങ്ങളിലേക്ക് എത്തേണ്ട സിനിമകളോ ഉണ്ടാകാതെ വരുന്നൊരു സംരംഭം പല വിമർശനങ്ങളും പല സംരംഭങ്ങളും പറഞ്ഞിട്ടുള്ളതാണ്. അതിനെക്കുറിച്ച് ഈ മലയാളത്തിൽ എനിക്ക് കേരളത്തെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു ഈ ഫിലിം ഫെസ്റ്റിവൽ എന്താണെന്നുള്ള ഒരു ധാരണ ശരിക്കും അതിൻ്റെ നടത്തിപ്പുകാർക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ലാത്തതിൻ്റെ ഒരു പ്രശ്നമാണത്. അപ്പോൾ എന്താണൊരു ഫിലിം ഫെസ്റ്റിവൽ എന്നുള്ളത് മനസ്സിലാക്കാൻ അവർക്ക് ഇതുവരെ പറ്റിയിട്ടില്ല. അതല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു അതിൽ പല ആളുകളും പുറത്തൊരു ഫിലിം ഫെസ്റ്റിവലും കണ്ടിട്ടില്ലാത്ത ആളുകളാണ് ഇതിൻ്റെ എപ്പോഴും ഇത് ഈ കണ്ടക്ട് ചെയ്യുന്ന ആളുകൾ. അപ്പോൾ അതിൻ്റെ തലപ്പത്ത് വരുന്ന ആളുകൾ അവരെനിക്ക് തോന്നുന്നു ഗോവയിൽ പോലും പോയിട്ട് ഫിലിം ഫെസ്റ്റിവൽ കണ്ടിട്ടുണ്ടാകാൻ ഇല്ലാത്തവരാണ്. അപ്പോൾ ഈ ലോകത്ത് എങ്ങനെയാണ് ചലച്ചിത്രമേള എന്തിനു വേണ്ടിയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്, അതെന്താണ് അതിൻ്റെ ഒരു
എന്താ പറയുക, അവരുടെ ഒരു ലക്ഷ്യം എന്താണ്. ഒരു ഫിലിം ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്കിപ്പോൾ ഫിലിം ഫെസ്റ്റിവലിലൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അപ്പോൾ ഫിലിം ഫെസ്റ്റിവൽ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നത് എന്തെങ്കിലും ഒരു കോസിന് വേണ്ടിയാണ്. അപ്പോൾ അതെന്ത് കോസാണ്, എത്തരത്തിലുള്ള സിനിമകളാണ് അവിടെ കൊണ്ടുവരേണ്ടത്, എത്തരത്തിലുള്ള ഒരു കൾച്ചറാണ് അവിടെ ഉണ്ടാക്കേണ്ടത് എന്നുള്ളൊരു ബേസിക് ധാരണ ഇല്ലാതായി പോകുന്നതിൻ്റെ ഒരു പ്രശ്നമാണ്. അപ്പോൾ ഒരു ഫിലിം ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞാൽ വേറൊരു തരത്തിലുള്ള ഒരു ഫിലിം കൾച്ചറാണ്. അപ്പോൾ അതിനെ രൂപപ്പെടുത്തിയെടുക്കാനാണ് ലോകമെമ്പാടും ഫിലിം ഉണ്ടാക്കി. ഫിലിം ഫെസ്റ്റിവൽ ഉണ്ടാകുന്നതന്നെ അങ്ങനെയാണ്. ശരിക്കും ഫിലിം ഫെസ്റ്റിവൽ ഉണ്ടാകുന്നത് തന്നെ ഹിറ്റ്ലറാണ് ആദ്യമായിട്ട് ഫിലിം ഫെസ്റ്റിവൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഹിറ്റ്ലർ ഫിലിം ഫെസ്റ്റിവൽ ഉണ്ടാക്കുന്നത് ഒരു നാസി പ്രൊപ്പഗണ്ടയും അത്തരത്തിലുള്ള ഫാസിസ്റ്റ് പ്രൊപ്പഗണ്ടയും ഉണ്ടാക്കാനാണ്. അപ്പോൾ അതിനെ ചെറുത്ത് നിൽക്കാനാണ് ശരിക്ക് പിന്നീട് പിന്നെ ഈ കാൻ ഫെസ്റ്റിവലും വെനീസ് ഫെസ്റ്റിവലും ഒക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെയാണ് ആ ഫെസ്റ്റിവലിൻ്റെ ഒരു ചരിത്രം ഉണ്ടാകുന്നത്. അപ്പോൾ എപ്പോഴും ഒരു ഓൾട്ടർനേറ്റീവായിട്ടുള്ള ഒരു എന്താ പറയുക, ഓൾട്ടർനേറ്റീവായിട്ടുള്ള റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ആർട്ട് എന്നുള്ള രീതിയിലാണ് ഫിലിം ഫെസ്റ്റിവൽ എപ്പോഴും നമ്മൾ ഇത് ചെയ്യുന്നത്. പക്ഷെ അതങ്ങനെയാണെന്നുള്ളൊരു ബോധ്യം നമ്മുടെ IFFKക്കൊന്നും എനിക്ക് തോന്നുന്നില്ല ഈ ഇത്ര കാലമായിട്ട് അതിലാർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമാണ്. അപ്പോൾ അതുകൊണ്ടാണ് പ്രശ്നം ആളെ കൂട്ടുക, മറ്റേ ഈ താരങ്ങളെ കൊണ്ടുവരിക, നമ്മളൊരു എന്താ പറയുക തിയേറ്ററിലേക്ക് ഓടി സിനിമകൾ വീണ്ടും കാണിക്കുക. അപ്പോൾ അങ്ങനെയുള്ളൊരു ഗ്ലാമർ സാധനങ്ങൾക്ക് അപ്പുറത്തേക്ക് നമുക്കൊരു IFFKക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ഉൾക്കാഴ്ചയോ വിഷനോ ഒക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞില്ല. അതുകൊണ്ട് മാത്രം സംഭവിക്കുന്നതാണ്. അത് അങ്ങനെയുള്ള ആളുകൾ ധാരാളമായി വന്നു കഴിഞ്ഞാൽ മാത്രമേ അതിൻ്റെ ഒരു കൺസെപ്റ്റ് മാറിയുള്ളൂ. മലയാളം തന്നെ പൊതുവിൽ സിനിമയെ സംബന്ധിച്ചുള്ള പഠനങ്ങളൊക്കെ വളരെ സജീവമായിരുന്നു. യൂണിവേഴ്സിറ്റി തലത്തിൽ ഫിലിം സ്റ്റഡീസ് എടുക്കുമ്പോഴേ അങ്ങനെ പല തലത്തിൽ അക്കാഡമിക്കായിട്ടും ഒക്കെ പഠിക്കുന്നതാണ്. പക്ഷേ മലയാളത്തിലൊരു സിനിമാ നിരൂപണം എന്ന് പറയുന്നത് ഇന്ത്യൻ നേരത്തെ സൂചിപ്പിക്കുന്ന കൾച്ചറൽ സ്റ്റഡിയായിട്ട് ഉദാഹരണത്തിന് അതൊരു രാഷ്ട്രീയം ഞാൻ ഉദ്ദേശിക്കുന്ന സൂക്ഷ്മമായ ഒരു രാഷ്ട്രീയത്തെ ഉണർത്തിക്കൊണ്ട് സിനിമയുടെ സൗന്ദര്യശാസ്ത്രത്തെ സംബന്ധിച്ച് സിനിമ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയ കാഴ്ചപ്പാടുകളെ സംബന്ധിച്ച് വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഒരു അനലൈസേഷൻ നടത്തുന്ന ഒരു സിനിമ സ്റ്റൈലിയുടെ സിനിമാ നിരൂപണം ഉണ്ടാവുന്നുണ്ടോ? ഇപ്പോൾ അത് വളരെ കുറവാണ്. മുമ്പ് കാലത്ത് ഇപ്പം കുറച്ച് മുമ്പ് വരെയൊക്കെ എനിക്കൊന്നൊരു 10 വർഷത്തിനൊക്കെ മുമ്പ് വരെയൊക്കെ നമുക്ക് ഇത് വളരെ സീരിയസ് ആയിട്ട് സിനിമയെ അപഗ്രഥിക്കുന്ന നിരൂപകന്മാരുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഉള്ളൊരു പ്രശ്നം, ഇപ്പോൾ അത്തരത്തിലുള്ളൊരു അവരുടെ ഒരു പിന്മുറക്കാരൊന്നും ഇപ്പോൾ കുറഞ്ഞു വരികയാണ്. വളരെ അപൂർവമായിട്ടുള്ള ആളുകൾ മാത്രമാണ് സിനിമയെ സീരിയസ് ആയിട്ട് സമീപിക്കുന്ന രീതിയിലുള്ള ലേഖനങ്ങൾ എഴുതുന്നത്. ശരിക്കും സിനിമ നിരൂപണം എന്താണ് എന്നുള്ളൊരു ധാരണ പോലും ഒരു 10-70% പേർക്കും ഇല്ലാത്ത ഒരവസ്ഥയിലേക്കാണ് പോയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് കാമ്പുള്ള നിരൂപണങ്ങൾ വരുന്നത് വളരെ വിരലിലെണ്ണാവുന്നതാണ് എന്നുള്ളതാണ് സത്യസന്ധമായൊരു രീതി. അപ്പോൾ അത് സിനിമ നിരൂപണവും ഈ പറഞ്ഞ പോലെ ഫിലിം മേക്കിങ്ങും ഒരു ആർട്ടാണ് ശരിക്കും. നമ്മൾ ഒരു സിനിമയെ നിരൂപിക്കുന്നത് അതിൻ്റെ കഥ. പ്രശ്നം വെച്ചാൽ നമ്മുടെ പല ആളുകൾ ഇപ്പം ഈ സിനിമയുടെ രാഷ്ട്രീയമൊന്നും കാണാതെ സിനിമയുടെ കഥ പറഞ്ഞിട്ട് ഇതെങ്ങനെ പോവുകയാണ്. അതല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയത്തിലേക്ക് അതിനെ കൊണ്ടുകെട്ടിക്കുന്ന, അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയത്തിന് അനുയോജ്യമായ സിനിമകൾ മാത്രം എടുക്കുക എന്നുള്ളതാണ്. പക്ഷേ സിനിമയുടെ ഒരു യഥാർത്ഥ പൊളിറ്റിക്സ് എന്താണെന്നുള്ളത്, അതിനെ ആസ്പദമാക്കിയിട്ടുള്ള ചർച്ചകൾ ഉണ്ടാവുക, അതിനെ ആസ്പദമാക്കിയിട്ടുള്ള എഴുത്തുകൾ ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പോൾ അത് കൂടുതലായിട്ട് ഉണ്ടാവേണ്ടതാണ്. അത് അങ്ങനെ സംഭവിക്കുന്നതിൽ അത് നമുക്ക് മലയാളത്തിൽ മാത്രം സംഭവിച്ചു പോകുന്നതല്ല, മൊത്തത്തിൽ അങ്ങനെയൊരു സിനിമാ നിരൂപണത്തിലൊരു അപജയം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനെ റിക്കവർ ചെയ്യാനായിട്ട് ഈ പറഞ്ഞൊരു 3-4 പേരൊക്കെ മാത്രമേ ഇപ്പം നമുക്കങ്ങനെ ഒരു കാണുന്നുള്ളൂ. അപ്പോൾ അതിനപ്പുറത്തേക്കുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലെന്ന് തന്നെ പറയേണ്ടി വരും. അത് ഒരുപക്ഷെ അങ്ങനെ ഒരു നിരൂപണത്തിലേക്ക് വരാത്തതിനൊരു കാരണമായിട്ട് ചോദിക്കുന്നു. ഈ ചലച്ചിത്രത്തെ നിരൂപണം ചെയ്താൽ ഈ പറയുന്ന ശത്രുത ഉണ്ടാവുമോ? ഇപ്പോൾ സാഹിത്യത്തിലാണ് അങ്ങനെ പ്രവണത കാണുന്നത്. അങ്ങനെ നിരൂപണത്തിൻ്റെ സാധ്യത കുറയ്ക്കുന്നതിന് അത് കാരണമാകുന്നുണ്ടോ? അതും ഉണ്ടാവാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ചലച്ചിത്രത്തിൽ സത്യസന്ധമായ നിരൂപണം ചെയ്യുമ്പോൾ ഇപ്പോൾ ശരിക്കും എനിക്കൊന്ന് നിരൂപണത്തിൻ്റെ ഈ പറഞ്ഞ നമ്മളൊരു 10-70% നിരൂപണങ്ങൾ ഇപ്പോൾ ഉണ്ടാകുന്നത് ആ സിനിമകളെ പുകഴ്ത്തൽ. ഈ 2 തരത്തിലാണ് ഇപ്പോൾ നിരൂപണങ്ങൾ ഉണ്ടാകുന്നത്. ഒന്നുകിൽ അതിനെ പുകഴ്ത്തി, ഒന്നിനെ അതിനെ പുകഴ്ത്തിയിട്ട് ആദ്യമായിട്ടുള്ള ബന്ധപ്പെട്ട ആളുകളുടെ ഒരു ഇതൊക്കെ പിടിച്ചു പറ്റുക, ഇഷ്ടം പിടിച്ചു പറ്റുക. അതല്ലെങ്കിൽ നമ്മളൊരു വ്യക്തിവിരോധം കൊണ്ട് അതിനെ ഇകഴ്ത്തുക. ഇതിനപ്പുറത്ത് ആ സിനിമയുടെ കൃത്യമായിട്ടുള്ള എന്താ പറയുക, ആ സിനിമ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം എന്താണ്, ആ സിനിമ മുന്നോട്ട് വെക്കുന്ന ഒരു കാഴ്ചപ്പാട് എന്താണ്, അതിൻ്റെ കുഴപ്പങ്ങൾ എന്തൊക്കെയാണ്, അത്തരത്തിലൊരു സത്യസന്ധമായ അനലൈസിങ്ങിന് ആളുകൾ മടിക്കുന്നുണ്ട് ഇപ്പം. ഒന്നാമത് ഒരു പ്രശ്നം, അത്തരം ഒരു എഴുത്തെഴുതിയാൽ അത് പ്രസിദ്ധീകരിക്കാൻ പോലും ഇപ്പം നമുക്ക് സാധ്യതകൾ കുറവാണ്. പ്രസിദ്ധീകരിച്ചാൽ തന്നെ അത് വായിക്കുന്ന ആളുകളുടെ എണ്ണം കുറവാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രതിസന്ധികൾ കൂടി സിനിമാ നിരൂപണത്തിന് വേറൊരു മറുവശമായിട്ടുണ്ട്. അപ്പോൾ അതിന് പ്രോപ്പറായിട്ടുള്ള പ്ലേസ് ഇല്ല എന്നുള്ളതും പ്രോപ്പറായിട്ട് ആളുകളിലേക്ക് എത്തിപ്പെടാനുള്ള സാധ്യത ഇല്ല എന്നുള്ളതും ഒക്കെ ഒരു പ്രധാന
പ്രശ്നമാണ്. അപ്പോൾ മൊത്തത്തിൽ ഒരു ഫിലിം ഇൻഡസ്ട്രി എന്നുള്ളത് നമ്മളൊരു വെറുതെ ഒരു പ്ലെയിനായിട്ടുള്ള ഒരു എൻ്റർടൈൻമെൻറ്റ് എന്നുള്ളതിനപ്പുറത്ത് സീരിയസ് ആയിട്ട് സിനിമ നിർമ്മാണവും സംഭവിക്കുന്നത് കുറവാണ്. അതിനെ ഈ പറയുന്ന പോലെ എഴുത്തിൻ്റെ മേഖലയിലൂടെ അതിനെ കാണുന്നതും കുറവാണ്. ഇപ്പോൾ ഈ പ്രൊപ്പഗണ്ട സിനിമകൾ, ഉദാഹരണത്തിന് ചില ആശയങ്ങൾ ഉയർത്തിക്കാണിക്കാൻ വേണ്ടി തരത്തിലുള്ള പ്രൊപ്പഗണ്ട സിനിമ അടുത്ത കാലത്ത് ഒരുപാട് സിനിമയുടെ പേരിലേക്ക് നമ്മൾ പോകുന്നില്ല, അതൊക്കെ അറിയാവുന്നൊരു സംഭവം. അതിപ്പോൾ ഉദാഹരണത്തിന് ഈ ഗോവയിലെ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ പോലും പ്രൊപ്പഗണ്ട സിനിമ ഉദ്ഘാടന ചിത്രമായി. ഇതിന് മുമ്പ് കേരളത്തിനെ ബേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു സിനിമ പോയിട്ടുണ്ട്. അപ്പോൾ ഏതൊരു കാലത്തെയും ഭരണകൂടം അവർക്ക് അനുയോജ്യമായ ചില പ്രൊപ്പഗണ്ട സിനിമകളെ കൊണ്ടുവരാനുള്ള സാധ്യത കാണാം. അപ്പോൾ എനിക്ക് തോന്നുന്നൊരു കാര്യം, അത് ഞാൻ പലപ്പോഴും ഈ വിഷയം ഉണ്ടാകുമ്പം തോന്നിയൊരു കാര്യം, എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഈ സിനിമ നിരോധിക്കുന്നതിനോട് എനിക്ക് പിന്നെ പൂർണ്ണമായി യോജിക്കില്ല. കാരണം എന്താ വെച്ചാൽ സിനിമ നിരോധിക്കുമ്പോൾ ആർട്ടിനെ കാണാൻ സാധിക്കും. കണ്ടിട്ട് വിമർശിക്കുന്നതല്ലേ കുറച്ചുകൂടെ ഭംഗി എന്നുള്ളതാണ് ഒരു ചോദ്യമായിട്ട്. അത് നിരോധനം ഒരിക്കലും നിരോധനം എന്ന് പറഞ്ഞൊരു ഫാസിസ്റ്റ് വഴി തന്നെയാണ് ശരിക്കും. നമ്മളൊരു സാധനത്തിന്, നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു സാധനത്തിനെ നമ്മളുടെ ഐഡിയോളജിയുമായിട്ട് ബന്ധമില്ലാത്തതോ അല്ലെന്നുണ്ടെങ്കിൽ അതിനെ എതിർക്കുന്നതുമായ ഒരു സംഗതിയെ പൂർണ്ണമായിട്ടങ്ങ് നിരോധിക്കുക, അതൊരു ഫാസിസ്റ്റ് ലൈനാണ്. ശരിക്കും അതല്ല വേണ്ടുന്നത്. നമ്മൾ എല്ലാത്തരം സൃഷ്ടികളും ഉണ്ടായിക്കോട്ടെ, അതിനെ നമ്മൾ നിരുത്സാഹപ്പെടുത്തേണ്ട കാര്യമില്ല. അതിൽ പക്ഷേ അതിനകത്ത് അപകടകരമായ കാര്യങ്ങൾ തിരിച്ചറിയുകയും ഇതാണ് എന്ന് നമുക്ക് എക്സ്പോസ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ശരിക്കും ഇത് എല്ലാത്തരം സിനിമകളെ എക്സ്പോസ് ചെയ്ത് കാണിക്കേണ്ടതുണ്ട്. അത് ഈ പറഞ്ഞ പോലെ ഈ പ്രതിലോമകരമായ സിനിമയാണെങ്കിൽ ഇത്തരത്തിലാണ് പ്രതിലോമകരമായ സിനിമകൾ ഉണ്ടാകുന്നത് എന്ന ആളുകളെ പിന്നെ തുറന്ന് കാണിക്കാൻ ഇത് പ്രദർശിപ്പിക്കുകയും പൊതുപ്രദർശിപ്പായിട്ട് ഡിസ്കഷൻ സംവാദത്തിലേക്ക് അതിനെ കൊണ്ടുവരുവാണ്. അത് എനിക്ക് തോന്നുന്നു അത് ഈ പറയുന്ന പോലെ അത്തരത്തിലുള്ള പ്രതിലോമകരമായ സാധനങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. പക്ഷേ അതിനെ വിമർശകരും നിരൂപകരും ഒക്കെ അതിനെ സമീപിക്കേണ്ടതാണ്. അവരത് കാണുകയും അതിൻ്റെ അപകടകരമായ വശങ്ങൾ എഴുതുകയും ഒക്കെ ചെയ്യേണ്ടതാണ്. അത് കൂടുതൽ കാണികളിലേക്ക് എത്തുന്നത് പക്ഷേ ദോഷകരമാവും. എന്താ വെച്ച് കഴിഞ്ഞാൽ അത് കൂടുതൽ കാണികളിലേക്ക് എത്തുന്നത്, ഈ കാണികൾ ശരിക്കും നമ്മളൊരു സിനിമയുടെ മൊത്തം സാക്ഷരത കിട്ടിയിട്ടുള്ള ആളുകളല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ പെട്ടെന്ന് നമ്മുടെ ബഹുഭൂരിപക്ഷം കാണികളും സിനിമയെ കുറച്ച് അന്ധമായിട്ട് വിശ്വസിക്കുകയും അതല്ലെങ്കിൽ എന്താ പറയുക, സിനിമയെ അത് എന്തൊക്കെയുള്ള ഒരു തരത്തിലാണ് അങ്ങനെ വളരെ ഈസിയായിട്ട് സിനിമയെ കാണുന്നവരാണ്. അപ്പോൾ അവരിലേക്ക് ആശയം എത്തുന്നതൊരു ശരിയായ രീതിയല്ല. പക്ഷേ ആ ആളുകളിലേക്ക് തന്നെ ഇത്തരത്തിലുള്ള സിനിമകളാണെന്നും ഇത് എതിർക്കപ്പെടേണ്ടതാണെന്നുള്ള ബോധ്യം ഉണ്ടാക്കി കൊടുക്കേണ്ടത് ഈ പറയുന്ന പോലെയുള്ള അതെ അല്ലാതെ ഇതിനെ പ്രകടമായി തന്നെ പ്രതികൂലിച്ചുകൊണ്ടും അതിൻ്റെ കുഴപ്പങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള എഴുത്തുകളുണ്ടാവുക, ചർച്ചകളുണ്ടാവുക, അത്തരത്തിൽ സമൂഹത്തിലേക്ക് അത് ഇറങ്ങി ചെല്ലുകയാണ് വേണ്ടത്. ആ സിനിമ കാണിച്ചുകൊണ്ട് എന്നുള്ളതിനപ്പുറത്തേക്ക് ആ സിനിമയുടെ വശങ്ങൾ ഇന്നതാണ് അവസരത്തെ സൃഷ്ടിക്കേണ്ടതില്ല. അതെ 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 അതല്ലാതെ തന്നെ അത് കാണിക്കേണ്ടതല്ല എന്നുള്ളൊരു ബോധ്യം അവരിലേക്ക്, അത് എന്തുകൊണ്ടാണെന്നുള്ളൊരു ബോധ്യം, അതെ 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 കാണിക്കേണ്ടതല്ല, കാണേണ്ടതല്ല എന്നുള്ളൊരു ബോധ്യം അവരിലേക്ക് എത്തിക്കണം. പക്ഷെ അത് എത്തിക്കാൻ റീസണബിളായിട്ട് എത്തിക്കാൻ നമുക്ക് പറ്റണം എന്നുള്ളതാണ് അതിനകത്ത് ഒരു പ്രധാന കാര്യം. മറ്റൊരു പ്രശ്നത്തേക്ക് വന്ന് നമുക്കറിയാം, ഇപ്പം ഈ ഒരു കമ്മിറ്റി ഇൻവോൾവ്മെൻറ്റ് മലയാള സിനിമയുടെ കമ്മിറ്റിയെ കുറിച്ചല്ല പറയുന്നത്. പക്ഷെ മലയാള സിനിമയിൽ 1928 ആരംഭിക്കുന്ന മലയാള സിനിമയുടെ ചരിത്രം ഇങ്ങോട്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ പലതരത്തിലുള്ള ഒരു അതിശബ്ദ ഒരു തുള്ളി പ്രവർത്തിക്കുന്ന എന്നതാണ്. അപ്പോൾ ആദ്യത്തെ നായികയായിട്ടുള്ള റോസിക്ക് സംഭവിച്ച അനുഭവങ്ങളെക്കുറിച്ച് പല ചലച്ചിത്ര എഴുതുകാരന്മാർ എഴുതി കഴിഞ്ഞു. അപ്പോൾ ഈ ഏറ്റവും ഒടുവിൽ ഇപ്പം ഈ കമ്മിറ്റിയിൽ വരെ എത്തി നിൽക്കുമ്പോൾ സ്വാഭാവികമായി മലയാള സിനിമയിൽ സ്ത്രീകൾ ഉൾപ്പെടെ, സ്ത്രീകളുടെ മാത്രം പറയുന്നില്ല, സ്ത്രീകളുടെ മാത്രം വിഷയമായിട്ടല്ല വരുന്നത്, ഈ പലതരത്തിൽ തൊഴിൽ ചെയ്യുന്ന ആൾക്കാർ പല വിവേചനങ്ങൾ നേരിടുന്നു, പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നു. അതിന് വളരെ പ്രധാനപ്പെട്ട സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഇതൊരു യാഥാർത്ഥ്യമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നില്ല. അത് അങ്ങനെ തന്നെയാണ്. കാരണം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് പണ്ട് മുതലേ ഉണ്ട്. അത് നമ്മളങ്ങനെ ഒരു അഡ്രസ്സ് ചെയ്യുകയൊന്നും ചെയ്തിട്ടില്ല. അതിപ്പോഴും പ്രോപ്പറായിട്ട് അഡ്രസ്സ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യസന്ധമായ ഒരു സ്ഥിതി. അതിലൊത്തിരി വിഷയങ്ങളുണ്ട്. ഈ പറഞ്ഞ പോലെ ജെൻഡർ സംബന്ധമായ വിഷയമുണ്ട്, ദളിത് സംബന്ധമായ വിഷയങ്ങളുണ്ട്, തൊഴിലാളി വിരുദ്ധമായ സമീപനങ്ങളുണ്ട്. അപ്പോൾ ഇത് എല്ലാ മേഖലകളിലും ഇല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ മേഖലകളിലും ഉണ്ട്. പക്ഷേ ഇതെല്ലാം കൂടി ഒന്നിച്ചുണ്ടാകുന്നൊരു മേഖല ഈ പറയുന്ന പോലെ ഈ ദളിത് വിരുദ്ധതയും സ്ത്രീ വിരുദ്ധതയും സാമൂഹ്യ വിരുദ്ധതയും തൊഴിലാളി വിരുദ്ധതയും എല്ലാം കൂടി ഒന്നിച്ചു ചേർന്ന ഒരിടമാണ് സിനിമ എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാന കാര്യം. ഇപ്പം നമ്മൾ വേറൊരു തൊഴിലിടത്തിൽ ചിലപ്പം ഏറിയും കുറഞ്ഞുമൊക്കെ ദളിത് വിരുദ്ധത ഉണ്ടാവാം, ചിലപ്പോൾ സ്ത്രീ വിരുദ്ധത ഉണ്ടാവാം. പക്ഷേ ഇവിടെ ഇതെല്ലാം കൂടിയ അളവിൽ ഇതെല്ലാം ഇങ്ങനെ നിലനിൽക്കുന്നു എന്നുള്ളൊരു പ്രധാനമുണ്ട്. അത് ഇതുവരെ നമ്മൾ അഡ്രസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല.
അതിനെ അഡ്രസ്സ് ചെയ്യാൻ ആരും താല്പര്യം കാണിച്ചിട്ടുമില്ല. അത് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ഒന്നായിട്ട് ആർക്കും തോന്നിയിട്ടുമില്ല. ഇതെല്ലാം ഒരു എന്താ പറയുക, ഈ സിനിമയുമായി ബന്ധപ്പെട്ട് യൂഷ്വലായിട്ടുണ്ടാകുന്ന കാര്യങ്ങളാണ് എന്നുള്ള മട്ടിലങ്ങ് പോവുകയായിരുന്നു. അപ്പോൾ അത് ഇപ്പോൾ ഈ ഒരു കമ്മിറ്റി റിപ്പോർട്ടൊക്കെ വരുന്നതോടുകൂടി ചില ആംഗിളുകളെങ്കിലും, പക്ഷേ അതിലും ഇപ്പോഴൊരു പ്രശ്നം അതും ജെൻഡർ സംബന്ധമായ വിഷയങ്ങളും തൊഴിലാളി സംബന്ധമായ വിഷയങ്ങളിലും ഒക്കെ കുറച്ച് ചർച്ചകളുണ്ട്. അപ്പോഴും ഈ പറയുന്ന പോലെ പിന്നെ മറ്റ് മേഖലകളിലുള്ള ചർച്ചകൾ ഇപ്പോഴും കുറവാണ്. ഇപ്പോൾ ഈ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ദളിത് വിരുദ്ധമായ സാമൂഹ്യ വിരുദ്ധമായ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇതിനകത്ത് ഇടപെടുന്നതെന്നൊക്കെ ഉള്ളതൊക്കെ വിരുദ്ധമാണ്. അപ്പോൾ ഒരു ജനാധിപത്യപരമായിട്ട് മാറിയിട്ടില്ല എന്നുള്ളൊരു വലിയ പ്രധാന കാര്യം തന്നെയാണ് സിനിമയിൽ. ഇത് പറഞ്ഞ ഈ ദളിത് വിരുദ്ധ അല്ലെങ്കിൽ ആ ഒരു വിഷയം പറഞ്ഞപ്പോൾ നമുക്ക് അതിലേക്ക് രണ്ട് കാര്യങ്ങളെ സംസാരിക്കണം. കാര്യം നിലവിൽ, അതായത് കഴിഞ്ഞ ഒരു കാലം വരെ അടുത്ത കാലത്ത് 2000 ശേഷമൊക്കെ വരുന്ന കാടുപൂക്കുന്ന നേരം സിനിമയിൽ ആദിവാസി സമൂഹത്തെ ചുറ്റിയായി അവർ വിദ്യാഭ്യാസം, ഒരു ക്ലാസ് എടുക്കുന്നതായിട്ട് പഠിക്കുന്നതായിട്ട്, പക്ഷെ ഒരു ജ്ഞാനത്തിൻ്റെ ഒരു അറിവിൻ്റെ ഒരു മേഖല തുറന്നെടുക്കുക. പക്ഷെ അത് മുമ്പ് വരെ മലയാളത്തിലെ ആദ്യത്തെ കാരണ സിനിമ എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന സിനിമകൾ വരുമ്പോൾ നമ്മൾ കാണുന്നൊരു ചിത്രം എന്ന് പറയുന്നത് ഈ തദ്ദേശീയരായ സമൂഹത്തെ, ആദിവാസി സമൂഹത്തെ അവരുടെ ഒരു ജ്ഞാനമണ്ഡലത്തിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് ഒരു അധമ സമൂഹമായിട്ട്, അല്ലെങ്കിൽ ഒരു പരിഷ്കൃതമല്ലാത്തൊരു സമൂഹം എന്ന രീതിയിലേക്ക് പൊതുബോധം നിർമ്മിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു എന്തോടെ. അപ്പോൾ അതൊരു പ്രശ്നമാണ്. കാര്യം എല്ലാ കാലത്തും അങ്ങനെയാണ് മലയാള സിനിമ. ഇപ്പം ആദിവാസികളും ദലിതരെ കുറിച്ചുള്ള ചിത്രീകരണങ്ങളാണെങ്കിൽ ഈ ജീവിതങ്ങളെല്ലാം വലിയ ജ്ഞാനമണ്ഡലത്തെ ഉത്പാദിപ്പിച്ചൊരു സമൂഹത്തെ അതിലേക്ക് പ്രവേശിക്കുന്ന തരത്തിലുള്ളൊരു ചിത്രീകരണം ഉണ്ടാകുന്ന വസ്തുത. അത് അങ്ങനെയാണ്. നമ്മുടെ ഈ പറഞ്ഞ ദളിത് പരിസരങ്ങൾ മാത്രമല്ല, പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ എല്ലാ പരിസരങ്ങളും നമ്മുടെ സിനിമകളിൽ എങ്ങനെയാണ് ഇടം പിടിച്ചിരിക്കുന്നത് എന്നുള്ളത് നോക്കിയാൽ അറിയാം. അവരൊക്കെ ഈ പറഞ്ഞ പോലെ മിക്കവാറും അത് ഒരു പോപ്പുലർ സിനിമയുടെ നറേഷനാണ് കൂടുതലും. പക്ഷേ സമാന്തരമായിട്ടുണ്ടാകുന്ന സിനിമകളും കൂടുതലും നമ്മൾ ആഘോഷിച്ചിട്ടുള്ള സിനിമകളൊക്കെ തന്നെയും ഈ പറഞ്ഞ പോലെ ഓരോരോ ദളിത് ആഖ്യാനങ്ങൾ, മറ്റേ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റിയുടെ ആഖ്യാനങ്ങളിലൊന്നുമല്ല. നമ്മുടെ മാസ്റ്റേഴ്സ് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ആളുകൾ പോലും ഈ 4 പരിസരമൊക്കെ തന്നെയാണ് അവരുടെ സിനിമകളിൽ ഉണ്ടായിട്ടുള്ളത്. അവരൊക്കെയും ഒരു എന്താ പറയുക, മധ്യവർഗം അല്ലെങ്കിൽ ഒരു ഉപരിവർഗ ആളുകളുടെ കഥകൾ തന്നെയാണ് സിനിമകളാക്കിയിട്ടുള്ളത്. അവരുടെ ദാരിദ്ര്യമൊക്കെയാണ് സിനിമയിൽ വന്നിട്ടുള്ളത്. ഈ ദളിത് ആഖ്യാനങ്ങൾ അത്തരത്തിൽ കുറവാണ്. ഇപ്പോൾ പോപ്പുലർ സിനിമയെ സംബന്ധിച്ചിടത്തോളം പോപ്പുലർ സിനിമ ഈ ദളിത് ആഖ്യാനങ്ങളെ എപ്പോഴും കണ്ടിട്ടുള്ളത് ഒരു ജ്ഞാനവത്സരമൊന്നും അവരുടെ ഒരു ബാധ്യതയെ ആയിട്ടില്ല. അവരതിനെ എപ്പോഴും ഈ ഒരു സമൂഹത്തെ ഒരു വളരെ പ്രാകൃതരായ മനുഷ്യന്മാർ, വളരെ കോമാളികളായ മനുഷ്യന്മാരെന്നൊക്കെയുള്ള കാര്യത്തിലാണ് പോപ്പുലർ സിനിമ എപ്പോഴും അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പോൾ അതിന് അങ്ങനെ അത്ര ഓപ്പണായിട്ട് പറയാൻ അവർക്ക് ധൈര്യമില്ലെങ്കിൽ പോലും ഇപ്പോഴും അതിനപ്പുറത്തേക്ക് ഇപ്പോൾ കുറച്ചുകൂടെ കോളനി കേന്ദ്രീകൃതമായിട്ടുള്ള ആളുകളെ, കോളനി കേന്ദ്രീകൃതമായിട്ടുള്ള ആളുകൾ വരുമ്പോഴും അറിയാം, കോളനികൾ ഏറ്റവും വലിയ സാമൂഹ്യ വിരുദ്ധമായ കോളനികളായിട്ടും ഒക്കെ തന്നെയാണ് ഇപ്പോഴും പോപ്പുലർ സിനിമയിൽ. ഇപ്പോൾ അതിൻ്റെ അളവിന് കുറച്ച് കുറവുണ്ടായിരിക്കും, പക്ഷെ അതിൽ നിന്ന് മാറി അവർ ചിന്തിച്ചിട്ടില്ല. നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ അവർ പഠിക്കുന്ന ഒരു സീനുകൾ ഉണ്ടാവുക, അവരതല്ലെങ്കിൽ അവരുടെ ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗങ്ങളുണ്ടാകുന്ന സിനിമ, അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇപ്പോഴും അത്തരം സിനിമകളിൽ ഇടം പിടിച്ചിട്ടില്ല. ഇപ്പുറത്ത് നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ഒരു പാരലൽ സിനിമ കൾച്ചറിൽ ഈ ദളിതാഖ്യാനങ്ങൾ കേന്ദ്രീകൃതമാക്കിക്കൊണ്ടുള്ള സിനിമകൾ അവിടെയും കുറവാണെന്നുള്ളതാണ് സത്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ദളിതാഖ്യാനങ്ങൾ ഇനിയും വരേണ്ടിയിരിക്കുന്നു. ശരിക്കും ആ ഒരർത്ഥത്തിൽ നമുക്ക് വരേണ്ടിയിരിക്കും. ഇപ്പോൾ തമിഴ് സിനിമയൊക്കെ ഉണ്ടാകുന്നത് പോലെ തമിഴ് സിനിമയിൽ പോപ്പുലർ സിനിമയിൽ തന്നെയാണ് അത്തരം ദളിതാഖ്യാനങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ അവരത് കുറച്ചൊക്കെ എന്താ പറയുക, നമുക്ക് ചിലപ്പോൾ ഒരു എക്സാറേഷൻ ആണെന്നൊക്കെ തോന്നാവുന്ന എങ്കിൽ പോലും അവരത് പോപ്പുലർ സിനിമയിൽ പോപ്പുലർ ആർട്ടിസ്റ്റിനെയൊക്കെ വെച്ചിട്ട് പ്ലേസ് ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ നമ്മുടെ പോപ്പുലർ സിനിമ നമ്മൾ മാറിയിട്ടില്ല. ഉദാഹരണത്തിന് പാരഞ്ചിത്ത് പിന്നെ പോപ്പുലർ സിനിമ, അതെ പോപ്പുലർ സിനിമയുടെ ഭാഗമായി നിൽക്കുമ്പോൾ അതിന് ഇന്നൊരു പൊളിറ്റിക്സിനെ അവരും ഉണ്ടാവും. എന്നാൽ അതിന് സമാന്തരമായി സഞ്ചരിക്കുന്ന ഇപ്പോൾ വാര്യ സെൽവരാജൻ ഒക്കെ തന്നെ വേറൊരു അവിടുത്തെ ഒരു സമാന്തര ലൈനെ സ്വീകരിക്കും. അപ്പോൾ തമിഴിൽ ഉണ്ടാകുന്ന ആ ഒരു രാഷ്ട്രീയമായ കാഴ്ചപ്പാട് സിനിമയുടെ സൗന്ദര്യശാസ്ത്രത്തെ, അതിനെ നറേഷനെ ഒന്നും തന്നെ ബാധിക്കാത്ത അവർക്ക് ചെയ്യാൻ. ഒരുപക്ഷെ മലയാളത്തിന് വരാത്തതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഒരു പൊതുബോധം, അല്ലെങ്കിൽ ഒരു ബോധത്തെ ഇപ്പോഴും മറിച്ചിടാൻ നമുക്ക് സാധിക്കും. നമ്മളിപ്പോൾ തന്നെ നോക്കി, ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് ഈ തമിഴ് നമ്മളിപ്പോൾ പാരഞ്ചിത്തിൻ്റെയും മാരി സെൽവരാജിൻ്റെയും ഒക്കെ കാര്യം പറയുമ്പോൾ ആ ഒരു രീതിയിൽ തന്നെ ഒരു ദളിത് സംവിധായകർ കുറേയേറെ ഉയർന്നു വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കണക്കെടുത്ത് കഴിഞ്ഞാൽ ഒരു 5-10 ദളിത് സംവിധായകർ തന്നെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരവരുടെ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. നമ്മൾ മലയാളത്തിൽ അങ്ങ് എടുത്തു കഴിഞ്ഞാൽ മലയാളത്തിൽ നമുക്ക് ദളിത് സംവിധായകർ എന്ന് പറയാൻ തന്നെ ഒരു കൈ വിരലിൽ ഇപ്പോഴും എണ്ണാവുന്ന ആൾക്കാർ നമുക്കില്ല.
അപ്പോൾ ആ മേഖലയിൽ നിന്നുള്ള സംവിധായകർ വരണം. അവർ വന്നാൽ മാത്രമേ അവരുടെ വിഷയങ്ങൾ അവർക്ക് എടുക്കാൻ പറ്റുള്ളൂ. അതല്ലാതെ ഈ മറ്റൊരാളുടെ കണ്ണിൽ നിന്ന് ഉണ്ടാകുന്ന സിനിമകളാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ അവർക്കാണ് കൃത്യമായി ഇതിനെ അടയാളപ്പെടുത്താൻ പറ്റാതെ പോകുന്നത്. അപ്പോൾ അത് അങ്ങനെ അടയാളപ്പെടുത്തുമ്പോൾ അതിനകത്തൊരു കപടത കൂടി ചിലപ്പോൾ ഒക്കെ അവരറിയാതെ തന്നെ ഉൾച്ചേർന്നത് അതുപോലും ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ ഈ അപ്പുറത്ത് മാറി നിന്ന ഒരാൾ ഈ കമ്മ്യൂണിറ്റി എങ്ങനെ കാണുന്നു, ഇവരുടെ വിഷയങ്ങൾ എങ്ങനെയാണ്, അങ്ങനെയുള്ള സിനിമകൾ പോലും യഥാർത്ഥത്തിൽ മലയാളത്തിൽ കുറവാണ്. അപ്പോൾ അതൊരു പൊതുവേ നമ്മുടെ സിനിമയുടെ ഒരു കാഴ്ചപ്പാട് അത്തരത്തിൽ ഇത്തരം കാര്യങ്ങളൊന്നും സംസാരിക്കാനുള്ളതല്ല സിനിമ. നമുക്ക് എന്താ പറയുക, രാഷ്ട്രീയം സംസാരിക്കാനുള്ളതല്ല സിനിമ. മറ്റേ ഈ കീഴാള രാഷ്ട്രീയം ഒന്നും പറയേണ്ടതല്ല. ഇതൊരു എൻ്റർടൈൻമെൻ്റ് ആണ് എന്നുള്ള ഒരു ബേസിക് കൺസെപ്റ്റിലാണ് നമ്മളിപ്പോഴും, വളരെ നിഷ്കളങ്കമായ ആ ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏതാണ്ട് 2000-ൻ്റെ തുടക്കം വരെ ഇപ്പോൾ ഇതിലേക്ക് വരുന്നതിന് മുമ്പ് വരെ മലയാള സിനിമയുടെ കാഴ്ച എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒറ്റ ശ്രമം, അവരുടെ കഥകൾ, അവരുടെ ദാരിദ്ര്യം, അവരുടെ ദാമ്പത്യ പ്രശ്നങ്ങൾ, അവരുടെ സദാചാര പ്രശ്നങ്ങൾ, അവരുടെ സമ്പത്തിൻ്റെ ശ്രമം, അധികാരത്തെ സംബന്ധിച്ചുള്ള വിഷയങ്ങൾ മാത്രമായി കേരളത്തിൽ ഒരൊറ്റ സമൂഹം മാത്രമേ ജീവിച്ചിരുന്നു എന്നുള്ള രീതിയിൽ ഇനി അതൊരു സമുദായത്തെ അവരുടെ ജീവിതത്തെ ആവിഷ്കരിച്ചാൽ എപ്പോഴും അതൊരു അക്രമ കഥാപാത്ര രീതിയിലാണ് അതെ എന്നുള്ള ഇതാണ്. അപ്പോൾ അതിനൊരു മാറ്റം ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. എങ്കിൽ പോലും ഈ നേരത്തെ പറഞ്ഞ ഈ സമാന്തരധാരയിൽ നിൽക്കുന്ന ആൾക്കാരാണ് ഒരു ശ്രമം നടക്കുന്നത്. അതിന് പ്രാധാന്യം നൽകുന്ന രീതിയിൽ നമ്മുടെ ഈ ചലച്ചിത്രമേളകൾക്ക് ചലച്ചിത്രമേളകളിൽ അതിന് കൂടുതൽ പ്രാധാന്യം കിട്ടാതെ പോകുന്നതിൻ്റെ അത് ഞാൻ മുമ്പ് പറഞ്ഞു. അതായത് ഈ ശരിക്കും ചലച്ചിത്രമേളകളിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന സിനിമകൾ രാഷ്ട്രീയം സംസാരിക്കേണ്ട സിനിമകളാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കേരളത്തിലെ IFFK ഒക്കെ ശ്രമിക്കുന്നത് രാഷ്ട്രീയം പറയുന്ന സിനിമകളോടെ വരാതിരിക്കാനാണ് ശ്രമിക്കുന്നത് എപ്പോഴും. അതാണ് അതിൻ്റെ ബേസിക് പ്രശ്നം. അവർ ഈ പറഞ്ഞ ഇത്തരം രാഷ്ട്രീയം പറയുന്നത് അയ്യോ ഈ സിനിമ വേണ്ട, ഇങ്ങനെയുള്ള സിനിമകളല്ല കാണിക്കുന്നത്. അവർക്ക് നമ്മളല്ലേ ഒരു എൻ്റർടൈൻമെൻറ്റ് മതി. സൂക്ഷ്മമായിട്ട് രാഷ്ട്രീയം സംസാരിക്കുന്ന സിനിമകളോ അല്ലെങ്കിൽ ആ വിഷയങ്ങൾ പരാമർശിക്കുന്ന സിനിമകളോ ഉണ്ടാവാറില്ല. കഴിഞ്ഞൊരു 7-8 വർഷത്തെ നമ്മൾ IFFK തിരഞ്ഞെടുത്ത സിനിമകളൊന്നും എടുത്ത് നോക്കിയാൽ നമ്മൾ വെറുതെ ഒന്ന് പരിശോധിച്ചാൽ മതി. ആ സിനിമകളുടെ ലിസ്റ്റ് എടുത്തിട്ട് എത്ര സിനിമകൾ അതിൽ രാഷ്ട്രീയം സംസാരിക്കുന്നുണ്ട്, എത്ര സിനിമകൾ ഈ പറഞ്ഞ പോലെ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ സംസാരിക്കുന്നുണ്ട്. ബാക്കി സിനിമകൾ എന്താണ് ആ വിഷയം, എന്ത് വിഷയമാണ് അവർ സംസാരിക്കുന്നതെന്ന് ഈ സിനിമകളുടെ സെലക്ഷൻ നമ്മളൊരു 10 വർഷത്തെ സിനിമകളുടെ ഒരു ലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇത്തരം വിഷയങ്ങൾ കൂടി സംസാരിക്കേണ്ട ഒരു ഇടമാണ് ഫെസ്റ്റ് എന്നുള്ളൊരു ധാരണയില്ലാതെ പോകുന്നതുകൊണ്ടും നമ്മൾ എന്താ പറയുക നിയോഗിക്കുന്ന സെലക്ഷൻ അംഗങ്ങൾ അങ്ങനെയുള്ള ധാരണയില്ലാത്ത അംഗങ്ങളെ നിയോഗിക്കുമ്പോഴൊക്കെയാണ് അത് ഉണ്ടാകുന്നത്. ഇപ്പം ഈ ഒരു രാഷ്ട്രീയ ബോധ്യമുള്ള ആളുകളെ സെലക്ടർമാരാക്കിയാൽ മാത്രമല്ലേ അവരത്ര സിനിമകൾ തിരഞ്ഞെടുക്കുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു രാഷ്ട്രീയമേ അറിയാത്ത ആളുകൾ ഇങ്ങനെ ഒരുപക്ഷെ ഇങ്ങനെ ഈ ഇവിടുത്തേക്ക് ദളിത് ആളുകൾ എന്തെങ്കിലുമൊക്കെ കുഴപ്പമുള്ളവരാണോ, അവരൊക്കെ മറ്റേ സംവരണമൊക്കെ കൊണ്ടങ്ങ് വലിയ മികച്ചവരല്ലേ എന്ന് ധാരണയുള്ള മനുഷ്യന്മാരാണോ വന്നിരിക്കുന്നതെങ്കിൽ അവർ സ്വാഭാവികമായിട്ടും അവരറിയാത്ത കാര്യങ്ങളാണ്, അവർക്കിതൊന്നും അറിയില്ല. അപ്പോൾ അവർ തിരഞ്ഞെടുക്കുന്ന അത്തരം സിനിമകൾ അവർ ബോധപൂർവ്വം തള്ളിക്കളയും. അപ്പോൾ അതാണ് അതിനകത്തൊരു പ്രശ്നം. അവർ സിനിമ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കാൻ വെക്കുന്ന ആളുകൾ അത്യാവശ്യം സിനിമയെ സംബന്ധിച്ചും രാഷ്ട്രീയത്തെ സംബന്ധിച്ചും ഒക്കെ ബോധ്യമുള്ള ആളുകളെ ആയിരിക്കണം നമ്മൾ ജൂറിയായിട്ട് വെക്കേണ്ടതെന്നുള്ളതൊരു പ്രധാന പ്രശ്നമാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇത്തരം സിനിമകളൊക്കെ അവിടെ ഇല്ലാതെ പോകുന്നത്. ഇപ്പം കേരള കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം ഇപ്പോൾ സർക്കാർ കോൺക്ലേവ് നടത്തുന്നു സിനിമ പോളിസിയെ സംബന്ധിച്ച്, ഇത് പോളിസി മേക്കാൻ വേണ്ടി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ പോളിസി മേക്കിങ്ങിൽ പ്രധാനമായി ഉയർന്നു വേണ്ട അല്ലെങ്കിൽ പ്രധാനമായി ചർച്ച ചെയ്യപ്പെടേണ്ട കൂട്ടിച്ചേർക്കേണ്ടതായ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ പോളിസി മേക്കിങ്ങിൽ ഇപ്പോൾ പോളിസി മേക്കിംഗ് ഇപ്പോൾ കുറേ ആളുകളുമായിട്ടൊക്കെ ചർച്ച ചെയ്യുന്നുണ്ടെന്നൊക്കെയാണ് കേൾക്കുന്നത്. അപ്പോൾ ഇത് മൊത്തം ഈ പറയുന്ന ഒരു എലമെൻറ്റിൽ നിന്നുകൊണ്ടാണ് അവരും പ്രവർത്തിക്കുന്നതാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഈ പറഞ്ഞ കമേഴ്ഷ്യൽ സിനിമയുടെ എലമെൻറ്റ്, ആ കമേഴ്ഷ്യൽ സിനിമയിൽ ഇപ്പോൾ കുറച്ചുകൂടി ആ ജെൻഡർ ഇഷ്യൂവിൽ കുറച്ചുകൂടി അവർ ഫോക്കസ് ചെയ്യുന്നുണ്ടാവാം. ഈ വിഷയം ഹേമ കമ്മിറ്റി വിഷയമൊക്കെ ഉണ്ടാവും. പക്ഷേ അപ്പോഴും ഈ തൊഴിൽ നിയമങ്ങളൊക്കെ എങ്ങനെ ഉണ്ടാക്കാം അത്തരം കാര്യങ്ങളിലാണ് ഉണ്ടാകുന്നത്. പക്ഷേ ഫിലിം പോളിസി എന്ന് പറയുന്നത് അത് മാത്രമല്ല. ശരിക്കും സിനിമയുടെ നിയമനിർമ്മാണങ്ങളും അതിലെ ഈ ജെൻഡർ ഇക്വാലിറ്റിയും മറ്റേ തൊഴിൽ നിയമങ്ങളും മാത്രമല്ല, അത് അതിനപ്പുറത്തൊരു സാംസ്കാരികമായ ഇടം കൂടെ ഒരു ഫിലിം പോളിസിക്കകത്തുണ്ട്. അപ്പോൾ അത് ഇവരെത്രമാത്രം അഡ്രസ്സ് ചെയ്യുന്നു എനിക്ക് അറിവില്ല, അങ്ങനെ ഒരു ഡിസ്കഷനിലേക്ക് വന്നിട്ട്. കാരണം ഈ ഫിലിം പോളിസി തന്നെ നമുക്ക് ഈ മുമ്പ് പറഞ്ഞ പോലെ ഇപ്പോൾ ഇന്ത്യയിൽ ഏതാണ്ടൊരു 10-15 സ്റ്റേറ്റുകൾ ഫിലിം പോളിസി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് പരിശോധിച്ചാൽ മനസ്സിലാവും അവർ ഈ സിനിമയെ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള പുതിയ ആഖ്യാനങ്ങൾ ഉണ്ടാകുന്ന സിനിമകളെ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുന്നതെന്നുള്ള ഒരു എലമെൻറ്റ് കൂടി അതിനകത്ത് ഇൻവോൾവ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത്തരം സിനിമകൾക്ക് ആവശ്യമായിട്ടുള്ള സബ്സിഡികൾ ഉണ്ടാവാറുണ്ട്, അവർക്കുണ്ടാകുന്ന ടാക്സ് റിബേറ്റുകൾ ഉണ്ടാവാറുണ്ട്. ഇവിടെ പക്ഷേ ഇതൊക്കെ ഉണ്ടാകുന്നത്
ഇവിടുത്തെ കമേഴ്ഷ്യൽ സിനിമകളെ ബേസ് ചെയ്തിട്ടാണ്. അതിനപ്പുറത്തുള്ള സിനിമകൾക്ക് ഇത്തരത്തിലുള്ള ഒരു സപ്പോർട്ട് ആവശ്യമുണ്ടെന്നുള്ള തരത്തിൽ ഒരു ഡിസ്കഷൻ അവിടെ ഉണ്ടായിട്ടുള്ളതായിട്ട് എനിക്കറിയില്ല. എനിക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ അതുമായി യാതൊരു ബന്ധവുമില്ലാത്ത അതായതുകൊണ്ട്. പക്ഷേ ഇതൊക്കെ നമ്മൾ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുള്ളതാണ്, പലപ്പോഴും ഇതിൻ്റെ അക്കമിട്ട് തന്നെ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. ഒരു ഫിലിം പോളിസി വരുമ്പോൾ എന്തൊക്കെയായിരിക്കണം, ആദ്യത്തെ പിന്നെ എന്താ പറയുക മുൻഗണനകൾ എന്തൊക്കെയായിരിക്കണം എന്ന് നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. പക്ഷെ അതൊക്കെ നമുക്ക് നമ്മളുടെയൊക്കെ ഇടങ്ങളിൽ സൂചിപ്പിക്കാമെന്നുള്ളതല്ലാതെ ഇത്തരത്തിലൊരു സ്പേസിലേക്കൊന്നും നമ്മളുടെ പിന്നെ അഭിപ്രായങ്ങളൊന്നും അവർ ടേക്കപ്പ് ചെയ്യുമെന്നോ വിളിക്കുമെന്നോ ഉള്ള ധാരണകളൊന്നുമില്ല. അപ്പോൾ അത് ഫിലിം പോളിസി ഇപ്പോഴും താരങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള ആളുകൾ അങ്ങനെയുള്ള രീതിയിൽ തന്നെയാണത് പോകുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഔട്ട്പുട്ട് എന്താണെന്നുള്ളതിന് നമുക്കറിയില്ല. അതിൻ്റെ ഒരു വന്നു കഴിയുമ്പോഴേ അതിൻ്റെ ഒരു ധാരണ ഉണ്ടാവും. ഈ സിനിമാ പോളിസി വിവരിക്കുമ്പം നേരത്തെ പറഞ്ഞ റെപ്രസെൻറ്റേഷൻ ഒരു പ്രശ്നം വരാണ്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ആ രംഗത്ത് അല്ലെങ്കിൽ ഓരോ സമുദായത്തിനും പ്രാതിനിധ്യപരമായി സംസാരിക്കാൻ പറ്റുന്ന ആൾക്കാരെ അത് സെലക്ട് ചെയ്യേണ്ട അത് ഉണ്ടായിട്ടുള്ളതാണ്. ആ കമ്മിറ്റിയുടെ ഒരു ഘടന എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം മനസ്സിലാവും. ആ കമ്മിറ്റിയിലുള്ള ആളുകളുടെ ഒരു പേരൊക്കെ നോക്കി ഏതൊക്കെ ആൾക്കാരാണെന്നുള്ള ഒരു പേരുകളൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത്തരത്തിലെന്തെങ്കിലും ഈ വിവിധ വിഭാഗങ്ങളിൽ നിന്നുള്ള ഒരു ഇപ്പോൾ സിനിമയെ സംബന്ധിച്ചിടത്തോളം സിനിമയിലെ എല്ലാ വിവിധ വിഭാഗങ്ങളിൽ നിന്നുള്ള റെപ്രസെൻറ്റേഷനും ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള റെപ്രസെൻറ്റേഷനുള്ള അത്തരം ആളുകളെ കൂടി ചേർത്താലാണ് അതിൻ്റെ ഒരു പ്രാതിനിധ്യ സ്വഭാവം ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ ഒരു ഏകമാനമായിട്ടേ പോവുകയുള്ളൂ. ഇപ്പോൾ ഇതിനകത്തുള്ള എല്ലാ ആളുകളും അത്യാവശ്യം ഒരു അപ്പർ ക്ലാസ് സൊസൈറ്റിയിലുള്ള ആളുകൾ മാത്രമാണ്, അത്തരത്തിൽ സിനിമയിൽ ഇടപെടുന്ന ആളുകൾ മാത്രമാണ്, അത്തരം സിനിമകളിൽ മാത്രം പ്രവർത്തിക്കുന്ന ആളുകളാണെങ്കിൽ ഇപ്പോൾ സമാന്തര സിനിമയിൽ പ്രവർത്തിക്കുന്ന ആരെങ്കിലും അതിനകത്ത് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് അതിനെ സംബന്ധിച്ച് ഇല്ല. അല്ല, ഞാൻ പറഞ്ഞത് ഈ കമ്മിറ്റിയിൽ തന്നെ അങ്ങനെ ആരെങ്കിലും ഉള്ളതായിട്ട് കമ്മിറ്റിയുടെ നമുക്ക് പേരുവരും അറിയാമല്ലോ, ഏകദേശം ഒരു 7-8 പേരാണുള്ളത്. അപ്പോൾ അതിനകത്ത് അങ്ങനെ സമാന്തര മേഖലയിൽ പ്രവർത്തിക്കുന്ന ആരെങ്കിലും ഉള്ളതായിട്ട് അറിയില്ല. മറ്റ് ഈ പറയുന്ന പോലെ എന്താ ഒരു ദളിത് മേഖലയിൽ നിന്നും അത്തരത്തിലുള്ള ആരെങ്കിലും റെപ്രസെൻറ്റേഷൻ ഉള്ളതായിട്ട് എനിക്കറിയില്ല. അപ്പോൾ ഈ ഒരു കമ്മിറ്റി എന്നുള്ളത് തന്നെ ഒരു പ്രാതിനിധ്യ സ്വഭാവമുള്ളതായിരിക്കണം. അതിനകത്ത് എല്ലാ പ്രാതിനിധ്യവും ഉണ്ടാവണം. ഈ പറഞ്ഞ പോലെ ഒരു ജെൻഡർ പ്രാതിനിധ്യം ഉണ്ടാവണം, കമ്മ്യൂണിറ്റികളുടെ ഒരു പ്രാതിനിധ്യം ഉണ്ടാവണം, വിവിധ വിഭാഗങ്ങളിലുള്ള ആളുകൾ ഉണ്ടാവണം, സിനിമയിൽ തന്നെ വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ഉണ്ടാവണം. അങ്ങനത്തെ പ്രാതിനിധ്യത്തോടെയൊന്നും അല്ല കമ്മിറ്റി ഫോം ചെയ്തിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കമ്മിറ്റി കുറച്ച് ആളുകൾ ഫോം ചെയ്തിരിക്കുന്നു. അപ്പോൾ അത് അവർക്ക് താല്പര്യമുള്ള കുറേ ആളുകൾ വിളിക്കുന്നു, സംസാരിക്കുന്നു എന്നതിനപ്പുറത്ത് ഇതിൻ്റെ ഉദ്ദേശശുദ്ധിയിൽ എത്രമാത്രം ഇതുണ്ടെന്നുള്ളത് നമുക്ക് ഒരു പക്ഷേ ഇനി അത് വരുമ്പോൾ നല്ല ഒരു പോളിസി ആണെങ്കിൽ നമുക്കത് തീർച്ചയായിട്ടും സാധനം ചെയ്യാവുന്നൊരു പോളിസി ആവാം. പക്ഷേ അത് എത്രമാത്രം ഉണ്ടാകുന്നുള്ളത് ഇപ്പോഴത്തെ ഒരു കാഴ്ചപ്പാടിൽ സംശയകരമായ ഒരു കാര്യമാണ്. ഇപ്പം നമ്മളെ ആദ്യത്തെ സിനിമ വിഗതകുമാരൻ്റെ സംവിധായകനായിട്ടുള്ള ജയസിംഗ് ഡാനിങ് വലിയ പുരസ്കാരം നൽകുന്നുണ്ട്. അത് തീർച്ചയായും ആ സിനിമ എടുക്കാൻ വേണ്ടി അവരെ സംവിധായകൻ നേടിയുള്ള ത്യാഗത്തെ നമുക്കറിയാം. ഒപ്പം അതിനഭിനയിച്ച റോസിയുടെ പത്രപ്രതി അതേന്നല്ല നടന്ന യാഥാർത്ഥ്യം അറിയാം. എങ്ങനെയാണ് ആദ്യം അഭിനയിച്ചൊരു നടിക്കുണ്ടായ അനുഭവം, സ്വന്തം ദേശം തന്നെ ജനിച്ച സ്ഥലം വീട് ഉപേക്ഷിച്ച് പോകേണ്ടതായി വന്നതാണ് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ആ അർത്ഥത്തിൽ മലയാള സിനിമയിലെ ആദ്യ നായിക അല്ലെങ്കിൽ നടി എന്ന നിലയിൽ ഒരു പുരസ്കാരം, ഒരു പ്രത്യേക പുരസ്കാരമല്ല, ഏറ്റവും മികച്ച നടിക്കുള്ള പുരസ്കാരം റോസിക്ക് നൽകണമെന്നുള്ളതിനെക്കുറിച്ച് റോസിയുടെ പേരിൽ അത് ശരിക്കും ഇത് ഒരു സർക്കാരാണ് ഇതിനകത്തൊരു ഡിസിഷൻ എടുക്കേണ്ടത്. അതിനകത്ത് സാങ്കേതിക തടസ്സങ്ങളൊന്നുമില്ല. ഇപ്പോൾ ആരുടെ പേരിലും ഒരു അവാർഡ് കൊടുക്കുന്നതിന് സാങ്കേതിക തടസ്സങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഒരു അവാർഡിന് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഒരാളുടെ പേര് നിശ്ചയിക്കുമ്പോൾ അതിന് ഒത്തിരി മാനങ്ങളുണ്ട്. അപ്പോൾ ഇത് എന്തിനാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ഇത് എന്താണ് ഒരു ഐഡിയോളജി എന്നൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇപ്പോൾ പി.കെ. റോസിയുടെ പേര് ഒരു മികച്ച നടിക്കുള്ള പുരസ്കാരം കൊടുക്കുമെന്ന് പറയുമ്പോൾ അതൊരു വേറെ തരത്തിലുള്ള രാഷ്ട്രീയമാണ്. ശരിക്കും ആ ഒരു രാഷ്ട്രീയമാണ്, അത് മുന്നോട്ട് വെക്കുന്നൊരു കാഴ്ചപ്പാടും വേറെയാണ്. അത് മനസ്സിലാക്കാൻ പറ്റുന്ന ആളുകൾക്ക് മാത്രമേ അങ്ങനെ ഒരു നിർദ്ദേശം മുന്നോട്ട് വെക്കാൻ പറ്റുള്ളൂ, അതല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത്തരത്തിൽ വിശാലമായ ഒരു കാഴ്ചപ്പാടും അത്തരത്തിൽ ഒരു എന്താ പറയുക ഒരു വിഷനുമൊക്കെ ഉള്ള ഒരു സർക്കാരിനെ അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ആ സർക്കാരുകളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പി.കെ. റോസിയുടെ പേരിലൊരു ഇതുണ്ടാവുക എന്ന് പറയുന്നത്, ഒരു പുരസ്കാരം ഉണ്ടാവുക എന്ന് പറയുന്നത് ചരിത്രപരമായി ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ചരിത്രപരമായി ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് തീരുമാനമെടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ആ പ്രശ്നം. അപ്പോൾ അന്നേരം നമ്മൾ ആലോചിക്കുന്നത് പി.കെ. റോസിൻ്റെ പേരിലുള്ള പുരസ്കാരം വെച്ചാൽ അതെല്ലാ ആളുകൾക്കും സ്വീകരിക്കാൻ മടിയാവുമോ എന്നൊക്കെയുള്ള ഒരു ശങ്ക വന്നു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഒരു ശങ്ക സർക്കാരിനുണ്ടായാൽ സ്വാഭാവികമായിട്ടും അതിലേക്ക് ഇടപെടില്ല. അപ്പോൾ ഇത് ഇത് പൂർണ്ണമായും ഇത് മറ്റൊന്നിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്. പൂർണ്ണമായും ഒരു സർക്കാരിനെയും ആ സർക്കാരിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന സർക്കാർ റെപ്രസെൻ്റ് ചെയ്യുന്ന ആശയത്തിൻ്റെയും ഇതാണ്.
ആ ആശയത്തിൽ അവർക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇത് അവർ സ്വീകരിക്കില്ല. അത് കൺഫ്യൂഷൻ ഇല്ല, വളരെ കൃത്യമായ ക്ലാരിറ്റി കൊടുക്കുകയാണ് ഇതൊരു ചരിത്രപരമായ ഒരു സംഗതിയാണ് എന്നൊരു ബോധ്യമാണെങ്കിൽ അവരത് വെക്കും. ഇല്ലെങ്കിൽ അത് വെക്കില്ല. അത്രയേ ഉള്ളൂ. അത് വളരെ സിമ്പിളാണ് ഇതിനകത്ത്.